ഹായ് ഫ്രണ്ട്സ്, ഓണത്തിന് പൂടുള്ള ഓരോ തിരക്കിലുണ്ടോ. ഈ ജമന്തി ഇങ്ങനെ പിച്ച് വെക്കുക എന്ന് പറഞ്ഞൊരു ടാസ്ക്കാണ്. ഒരുപാട് സമയം പോണ പണിയാണ് കേട്ടോ. ഞാനതാ ക്ഷമോട് കൂടി ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാണ് കേട്ടോ. കാശിമോ എണീക്കണതിന് മുന്നേ ഈ പൂക്കളൊന്ന് സെറ്റാക്കി എടുക്കണം. ഏതാന്ന് വരയ്ക്കാനുള്ള ആലോചനയിലും ടെൻഷനിലൊക്കെയാണ് കേട്ടോ ഈ ഇരിക്കണത്. ഇപ്പം ഇത്രയും സെറ്റായിനേ. മഞ്ഞച്ചെട്ടി എടുത്ത് തരും കേട്ടോ. ഞാനിതിനൊക്കെ എടുക്കുന്നത് പച്ചയില മാവിന്റെ അരിഞ്ഞിട്ട് മിക്സിയിൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വരച്ച് കാണിച്ചു കൂട്ടി കഴിഞ്ഞിട്ട് അതിൽ പൂവിടാൻ തുടങ്ങും. എനിക്കിങ്ങനെ ഏട്ടന് കറക്റ്റ് കഥകളിയുടെ ചിത്രമാണെങ്കിലൊക്കെ വരച്ച് റെഡിയാക്കി കൊണ്ടുവരണം. എനിക്കതിനൊന്നുമില്ല കേട്ടോ. എന്തോ മറന്നുപോയി ഞാൻ പോലെ ഇരിക്കുന്നത് കണ്ടോ. മഞ്ഞച്ചട്ടി വീടിന്റെ അകത്താണ്. ഇന്റർലോക്കിൽ പട്ടിക വെച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്തത് കേട്ടോ. ഇതൊക്കെ കണ്ടോല പന്തൽ മേടഞ്ഞിട്ട മന്ദല്യത്താലിയും ചാർത്താ കൈയടിക്കണ കേട്ടോ. പാട്ടെടുത്ത് മൂവന്തി താഴ്വരയിൽ വെന്തുരുകും വിൺസൂര്യൻ മുന്നാഴി ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോ. ഗായകനായ എൻ്റെ ഭർത്തൻ്റെ പാട്ടൊക്കെ നിങ്ങളെല്ലാവരും കേട്ടില്ല. അപ്പോൾ അതിന് കാശിമോനൊക്കെ എണീറ്റ് വന്ന് അവനെ അച്ഛതാ സൈക്കിളിൽ കൊണ്ട് നടക്കുകയാണ് കേട്ടോ. എന്നെ ട്രോളണതോ അപമാനിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടില്ല. അപ്പോത്തിന് ടാട്ടത മഞ്ഞച്ചട്ടി അരിഞ്ഞൊക്കെ കൊണ്ട് തന്നിന്. അതൊക്കെ ഇട്ട് സെറ്റാക്കണം. ഫുള്ള് ബോർഡർ വെച്ച് ആടിപ്പാടി പോവാണ് കേട്ടോ. അത് എവിടെ എത്തുന്നത് ഒരു പിടുത്തമില്ല. അങ്ങനെ ഓരോന്നോരോന്ന് സെറ്റാക്കിയിട്ട് പോവാണ്. കാശിമോൻ അങ്കിയും കാര്യങ്ങളൊക്കെ അപ്പോത്തിന് അച്ഛൻ കൊടുത്തിന്. തുമ്പിമോളാണെങ്കിൽ എണീറ്റ് ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. ജമന്തി ബോർഡർ ഇഞ്ഞ് കൊടുക്കണ്ട മോളെ. ഇനി ചട്ടി പച്ച ബോർഡർ എടുക്കണം മഞ്ഞയ്ക്ക്. അമ്മേ മോനെ കൃഷ്ണ. അപ്പോൾ ഇതാണ് ഒരുപാട് നേരം പൂത്തറയിൽ നോക്കി പോയിട്ടിരുന്നാലുള്ള എൻ്റെ അവസ്ഥ കേട്ടോ. ഓണത്തുമ്പി പാടു ഓരോ രാഗം നീ ഓർമ്മകൾ മീയും കാവിൽ ഒരു തിരി വയ്ക്കൂ നീ. അപ്പോൾ പൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എനിക്ക് റിസൾട്ട് പറഞ്ഞതാണ്. അടിപൊളിയായിട്ടുണ്ട്, കണ്ടിട്ട് സൂപ്പറായിട്ട് തോന്നി. അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഷോർട്ട് വീഡിയോസിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കല്യാണത്തിനും ഫംഗ്ഷനൊക്കെ പോകാനുണ്ട്. അതിൻ്റെ ഓരോ തിരക്കിലൊക്കെയാണ്. സാരി ഉടുക്കാൻ കയറി പിന്നെ എന്നെ നോക്കും വേണ്ട. അതിനാണ് ഒരുപാട് സമയം കാര്യങ്ങളൊക്കെ പോകാൻ പോകുന്നത്. ടാട്ടൻ തുമ്പീനെയും കാശീനെയൊക്കെ മാറ്റിച്ചിട്ടുണ്ട് കേട്ടോ. കാശിമാണ് ചെറിയ വെറീസും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ആളൊക്കെ മാറ്റി ഞങ്ങൾ വേഗം ഓഡിറ്റോറിയത്തിലെത്തിയിട്ട് അവിടെ എൻട്രൻസാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഇനി ടാട്ടനും ചേച്ചിയും മക്കളെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കല്യാണ ചെക്കനെയും പെണ്ണിനെയും കാണാൻ വേണ്ടി കയറിയതാണ്. അവിടെ നല്ല പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പിന്നെ കുറച്ച് നേരം അതൊക്കെ ഒന്ന് കണ്ടിരുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടോ. സദ്യ ഇനിട്ടോ. അപ്പോൾ ഓരോ വിഭവങ്ങൾ എണ്ണി വരുമ്പോൾ തന്നെ എൻ്റെ എണ്ണം തെറ്റി. അത്രയ്ക്ക് വിഭവങ്ങളും 2 കൂട്ടം പായസവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ. ഞാൻ എണ്ണം തെറ്റി ഞാൻ ഫുഡ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു ഹൗസ് വാമിങ്ങിനും കൂടി പോകാനുണ്ട്. ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ വീട്ടിലെത്തി. അവിടെ നല്ല ഫോട്ടോ എടുക്കാനൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കണ്ട് വീടൊക്കെ ചുറ്റി കണ്ട് നല്ല അടിപൊളി ഒരു വീടാണ് കേട്ടോ. സെറ്റ് വീട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം രാവിലെ വന്ന കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഇനി അതിനും വന്നതാണ് കേട്ടോ. ഫുൾ ഇന്ന് ബിസി ആയിന്. അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി. അങ്ങനെ ഓഡിറ്റോറിയമൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് അവിടെ പോയി അടങ്ങിയിരുന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ദിവസത്തെ വ്ളോഗ്. അപ്പോൾ ഓക്കെ.